ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ആവശ്യങ്ങൾക്കായി നമ്മൾ തൃശ്ശൂരിലേക്കാണ് പോകുന്നത്. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ 2-3 ഫുഡ് സ്പോട്ട്സ് നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ നമുക്ക് തൃശ്ശൂരിലേക്ക് പോവാം. എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ? ഡിഫറെൻ്റ് അല്ലേ? അപ്പം ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കോട്ട് സെറ്റ് ഇടുന്നത്. അപ്പൊ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ തൃശ്ശൂരിലെ ശോഭ സിറ്റിയിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. ശോഭ സിറ്റിയിൽ മോൾ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ലേക്ക് ഉണ്ട്, അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ വില്ലാസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറെ വില്ല പ്രോജക്റ്റ് ഒക്കെ നമുക്ക് കാണാം. ഇതാണ് കേട്ടോ ശോഭ സിറ്റി മോൾ. ഇപ്പൊ നമ്മള് ശോഭ സിറ്റി മോളിലെ 2nd ഫ്ലോറിലെത്തി. ഇവിടെ നമുക്ക് ഫുഡ് കോർട്ട് പോലെയാണ് കാണുന്നത്. ഇനി നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. യുണൈറ്റഡ് കോക്കനട്ട് അവിടെയാണ് നമ്മൾ ഇന്ന് ലഞ്ച് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ KFC ഉണ്ട്, പിന്നെ അതുപോലെ ടാക്കോ ബെൽ ഉണ്ട്, പിന്നെ ഹാമിലീസ് ഉണ്ട്, ടോയ്സ്. ഫുഡ് കോർട്ട് അല്ല കേട്ടോ, എല്ലാ ടൈപ്പ് ഇതും ഉണ്ട് കേട്ടോ. ടാക്കോ ബെൽ ഉണ്ട്, പിന്നെ ഇവിടെ ടോണി ആൻഡ് ഗായ് ഉണ്ട്. ടപ്പർവെയറിന്റെ ഒരു ഷോറൂം ഉണ്ട്, പക്ഷെ അത് ക്ലോസ്ഡ് ആണ്. പിന്നെ വാലിബൻസ് പറഞ്ഞിട്ടൊരു റെസ്റ്റോറന്റ് ഉണ്ട് ഇവിടെ. നമ്മുടെ സ്ഥലം എത്തിയെന്ന് തോന്നുന്നു, നോക്കാം. സോ ഇതാണ് നമ്മുടെ യുണൈറ്റഡ് കോക്കനട്ട് ഷെഫ് പിള്ളേര്. അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി ടേബിൾ ഉണ്ടോ നോക്കാം. സോ ഇതാണ് ഇതിന്റെ ആംബിയൻസ് കേട്ടോ. നല്ല രസമായിട്ട് അവർ ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ, നല്ല ഭംഗിയുണ്ട്. നല്ല അടിപൊളി റെസ്റ്റോറന്റ് കേട്ടോ, കാണാൻ തന്നെ അടിപൊളിയായിരുന്നു. ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ ഒക്കെ കാണാം കേട്ടോ. സോ ഇതാണ് നമ്മുടെ ടേബിൾ. നമ്മൾ നോക്കാൻ എന്താണ് വാങ്ങിക്കേണ്ടത്. ഇവിടുത്തെ കുറെ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്, അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് വാങ്ങിക്കാം. ഒരു ഗ്രീൻ കളേർഡ് തീമിലാണ് കേട്ടോ മൊത്തം റെസ്റ്റോറന്റ്. ഇതാണ് ഇവിടുത്തെ മെനു. റെസ്റ്റോറന്റ് ഒരു ഗ്ലിംസ് കാണിക്കുന്നുള്ളൂ കേട്ടോ. കുറേ വെറൈറ്റി ഓഫ് ഫുഡ് ഉണ്ട് കേട്ടോ, എല്ലാം ഈ നാടൻ രുചികളാണ് കേട്ടോ എല്ലാം. അതുപോലെ പേരും ഒക്കെ വ്യത്യാസമാണ്, എല്ലാം ഭയങ്കര സ്പെഷ്യൽ പേരുകളൊക്കെ. ഇവിടുത്തെ ഡെസേർട്സ് ഒക്കെ ഭയങ്കര വ്യത്യാസമായിട്ടുള്ള കേട്ടോ. ഇവിടെ കുറേ ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് വന്നിട്ടുണ്ട്. ആമിർ ഖാൻ, അതുപോലെ ദിലീപ്, അതുപോലെ കുറേ പേര്, ഇഷ്ടം പോലെ പേര്. പിന്നെ ഷെഫ് പിള്ളേ എന്ന് പറയുമ്പോൾ അറിയാലോ, സെലിബ്രിറ്റി ഷെഫാണ്. അപ്പം കുറേ പേര് വന്നിട്ടുണ്ട്. മോട്ടി, മോഹൻലാൽ, പ്രഭുദേവ, ധോണി, ദുൽഖർ, അങ്ങനെ കുറേ പേര് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ലൈവ് കിച്ചൺ ഉണ്ട് കേട്ടോ, ഒരു ഓപ്പൺ കിച്ചൺ. അപ്പൊ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ ഉണ്ടാക്കുന്നൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. നല്ല അടിപൊളി ആംബിയൻസ് ആണ് റെസ്റ്റോറന്റ് ഫുള്ളും. ഒരു ഗ്രീൻ തീമിലാട്ടോ റെസ്റ്റോറന്റ്.
നമ്മുടെ ഇവിടെ സ്റ്റാർട്ടേഴ്സ് എത്തിയിരിക്കുകയാണ്. ഇത് വേനാട് പാൽക്കൊഞ്ച്, ഇത് കാന്താരി ചിക്കൻ വിങ്സ്, എൻ്റെ ഒരു ഡിപ്പും ഉണ്ട് കേട്ടോ. ആ പ്രസന്റേഷൻ ഒക്കെ ഉണ്ടോ, എന്ത് ഭംഗിയല്ല ചെയ്തിരിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ നീറ്റായിട്ടാണ് പ്രസന്റ് ചെയ്തേക്കുന്നത്. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ആ ചിക്കൻ വിങ്സ് ഒന്ന് എടുത്ത് നോക്കാം. ആഹാ, അടിപൊളിയായിട്ടുണ്ട്, കാണാൻ തന്നെ നല്ല രസമുണ്ട്. ആ ഡിപ്പിലും കൂടെ നോക്കി ഒരു ബൈറ്റ് എടുത്ത് നോക്കാം. ആ കാന്താരിയുടെ ടേസ്റ്റ് തന്നെ ആദ്യം കിട്ടുന്നുണ്ട് കേട്ടോ. അടിപൊളി. ആ ഭയങ്കരമായിട്ട് ഓവർ സ്പൈസിനെസ് ഇല്ല, എന്നാലും നല്ല എരിവുണ്ട് കേട്ടോ. എരിവുണ്ട്, അതുപോലെ തന്നെ കാന്താരിയുടെ ആ കറക്റ്റ് ടേസ്റ്റും ആ പുകച്ചിലും എല്ലാം കിട്ടുന്നുണ്ട്. ഇതിലും നമുക്ക് ആ പ്രോൺസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തേങ്ങയൊക്കെ മുകളിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു പീസ് പ്രോൺസ് എടുത്തു. ആ നല്ല ചൂടാണ്, നല്ല ആവി പറക്കുന്ന പ്രോൺസ്. വേനാട് പാൽക്കൊഞ്ച് നല്ല ചൂടാണ്. ഒരു ബൈറ്റ് എടുത്തു. ദി ബെസ്റ്റ്. ആ പ്രോൺസ് ഭയങ്കര ജ്യൂസിയാണ്. അതുപോലെ തന്നെ ഒന്നും പറയാനില്ല, അടിപൊളി. ആ പാലിന്റെ ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. സൂപ്പർ. ഇതൊരു മസ്റ്റ് ട്രൈ ആണ്. അടിപൊളി. സൂപ്പർ. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള കൊഞ്ചാണ്. വേനാട് പാൽക്കൊഞ്ചെന്ന് അതിന്റെ പേര്. അതിനകത്ത് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് അതിന്റെ പുറത്ത് തേങ്ങ വറുത്തിട്ട് ഒരു ഡിഷാണിത്. പക്ഷെ സൂപ്പർ ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റ്. ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള പ്രോൺസ് ആണ്. വെൽ കുക്ക്ഡ്, അടിപൊളി ടേസ്റ്റ്, നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള പ്രോൺസ്. സൂപ്പർ. സൂപ്പറായിട്ട് പോയാൽ നമ്മൾ ചിലക്കുന്നതാണ്. ഞാൻ ഇതുവരെ ഇത്ര നല്ല അടിപൊളി എന്താ സാധനം ഞങ്ങൾ ഓർഡർ ചെയ്ത മെയിൻ കോഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഫേമസ് ആൻഡ് സിഗ്നേച്ചർ ഡിഷ് എന്ന് പറയുന്നത്, ഫിഷ് നിർവാണ. നമ്മളിവിടെ സീ ഫിഷ് ആണ് കേട്ടോ, നെമ്മീനാണ് കേട്ടോ എടുത്തേക്കുന്നത്. നല്ല അടിപൊളി ക്രീമി ആയിട്ടുള്ള നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഒരു ഗ്രേവിയാണ് കേട്ടോ. നല്ല ആവി പറന്നുണ്ട്, നല്ല ക്രീമി ആയിട്ടുള്ള കേട്ടോ. പിന്നെ അതിന്റെ കൂടെ നമ്മൾ അപ്പം പറഞ്ഞിട്ടുണ്ട്. നല്ല അപ്പം കേട്ടോ, കാണുമ്പോഴേ അറിയാം. അതുപോലെ തന്നെ ഇവിടുത്തെ പിന്നെയും ഒരു ഫേമസ് ആയിട്ടുള്ള ഡിഷാണ് നൂൽ പൊറോട്ട. നല്ല നൂല് നൂല് പോലെ ഇരിക്കുന്ന പൊറോട്ടയാണ് കേട്ടോ. ഭയങ്കര ചൂടാണ് കേട്ടോ. ഉണ്ടോ, ആ നൂല് പോലെ ഇരിക്കുന്നുണ്ടോ, എന്താ രസം. നല്ല ക്രിസ്പിയാണ് കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ലഞ്ച്. നമുക്ക് കഴിച്ചു നോക്കാം. നല്ല സോഫ്റ്റ് അപ്പമാണ്. സൂപ്പറായിരിക്കുന്നു. നല്ല സോഫ്റ്റ് അപ്പവും
അതുപോലെ ഫിഷ് നിർവാണ സൂപ്പർ ആയിരിക്കുന്നു. നല്ല തേങ്ങാപ്പാലിന്റെ ഫ്ലേവർ ഉള്ള ഒരു ഡിഷാണിത്. അടിപൊളിയായിരിക്കുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ. സോ നമ്മുടെ ലഞ്ചിന്റെ മെയിൻ കോഴ്സായ ആദ്യം തന്നെ നല്ല നൂൽ പൊറോട്ട കണ്ടോ, ആ നൂല് പോലെ ഇരിക്കുന്നുണ്ട്. ആ നൂൽ പൊറോട്ട നമുക്ക് ഒരെണ്ണം ഇനി ഇതിന്റെ കൂടെ നമുക്ക് ഫിഷ് നിർവാണ എടുക്കാം. ഒരു പീസ് ഫിഷും പിന്നെ കുറച്ച് ഗ്രേവി ഒക്കെ ആയിട്ട് എടുക്കാം. നല്ല ക്രീമി ആട്ടോ, കണ്ടോ ആ ഗ്രേവി ഉണ്ടോ, ഭയങ്കര ക്രീമി ആയിട്ടുള്ള ഗ്രേവി ഉണ്ടോ. ഇത്രയും നല്ല തിക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. അപ്പം നല്ല ചൂടുണ്ട്. ആവി നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഒന്ന് കഴിച്ചു നോക്കാം. ഒരു പീസ് നൂൽ പൊറോട്ടയും, നല്ല ക്രിസ്പി നൂൽ പൊറോട്ട കേട്ടോ, നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയാം. അതിൻ്റെ കൂടെ ആ ഫിഷിന്റെ ഒരു പീസും കുറച്ച് ഗ്രേവിയും ഒക്കെ ആയിട്ട്. സൂപ്പർ. ആ ഗ്രേവിക്ക് എന്നാ ടേസ്റ്റ് ആണെന്നറിയോ, ഭയങ്കര ടേസ്റ്റ്. ആ തേങ്ങാപ്പാലിന്റെ അമ്മ പറഞ്ഞ പോലെ ആ തേങ്ങാപ്പാലിന്റെ ആ രുചി നന്നായിട്ട് കിട്ടുന്നത്. അതുപോലെ ഫിഷും ഭയങ്കര സോഫ്റ്റ്, വെൽ കുക്ക്ഡ് ആണ്, അടിപൊളി. ഈ നൂൽ പൊറോട്ടയും അടിപൊളി, നല്ല ക്രിസ്പിയും അതുപോലെ നല്ല നൂല് പോലെ ഇരിക്കുന്ന പൊറോട്ടയും നല്ല ചൂടുമുണ്ട്. അപ്പൊ ചൂടോടെ കഴിക്കാം, അപ്പോഴാണ് ഈ കോമ്പിനേഷൻ അടിപൊളിയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഷെഫ് പിള്ളേരുടെ റെസ്റ്റോറൻറ്റിൽ വരുവാണെങ്കിൽ ഈ കോംബോ ഒന്ന് ട്രൈ ചെയ്യണേ. സോ നമ്മുടെ ഡെസേർട്ട് വന്നു. മെയിൻ കോഴ്സ് എല്ലാം അടിപൊളിയായിരുന്നു. ഇതേ ഡെസേർട്ട് നമുക്ക് ട്രൈ ചെയ്യാം. ഇതാണ് ഹൽവ ഫലൂഡ. ഇത് നമുക്ക് ഇവര് മിക്സ് ചെയ്ത് തരാന്ന് പറഞ്ഞു. നമുക്ക് ചെയ്തു മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പം മിക്സ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സിറപ്പ് ഉണ്ട്. ആദ്യം ആ സിറപ്പൊക്കെ ഒഴിച്ചിട്ടാണ് അവർ മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് ആ ചോക്ലേറ്റ് ഡിസ്ക് ഒക്കെ ഒന്ന് പൊട്ടിച്ച് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യും. എന്നാലേ അതിന്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഹൽവ ഫലൂഡയിൽ ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. ഫസ്റ്റ് തിങ് ഐസ്ക്രീം, പിന്നെ ക്രഞ്ചിനെസ്സിന് കോൺഫ്ലേക്സ്, പിന്നെ കട്ട് ഫ്രൂട്ട്സ്, സ്ട്രോബെറി, സേമിയ, അങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നെ ഹൽവ ഫലൂഡ ഹൽവ ഇല്ലാതെ എന്താ അല്ലേ. താങ്ക് യു. വാവ്, അടിപൊളിയല്ലേ. മൊത്തം ഇപ്പൊ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കാം, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാ. ആദ്യമായിട്ട് ഹൽവ ഫലൂഡ എന്നൊക്കെ കേൾക്കുന്നത്. അല്ല, നമ്മൾ ഹൽവ ഫലൂഡ ഇവിടെ വെച്ച് കഴിച്ചിട്ടുണ്ട്, ഫ്രൂട്ട് ബേയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഫലൂഡ എങ്ങനെയാ നോക്കാം. അടിപൊളി. ഫലൂഡയെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോ ആ കളർ കോമ്പിനേഷൻ കണ്ടോ, കാണുമ്പോ തന്നെ കഴിക്കാൻ തോന്നും അല്ലേ. ഓ, ഈ ഡെസേർട്ട് കണ്ടോ, ആ പ്രസന്റേഷൻ കണ്ടോ, എന്ത് അടിപൊളിയായിട്ടല്ലേ പ്രസന്റ് ചെയ്തേക്കുന്നത്. ഇതാണ് സേമിയ അട ഐസ്ക്രീം എന്ന് പറയുന്നത്. മുകളിലൊരു ഐസ്ക്രീം ഉണ്ട്, താഴെ നിങ്ങൾക്ക് കാണുന്നത് ഒരു സേമിയയും അടയും കൂടെ വെച്ചിട്ടൊരു കസ്റ്റേർഡ് പോലെ എന്തോ സംഭവമാണ്. അതിൻ്റെ കൂടെ ഇതുണ്ട്, എന്താ പറയാ, സ്ട്രോബെറി ഉണ്ട്, പിന്നെ മുകളിൽ കുറച്ച് പിസ്തയൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സേമിയയും താഴെയുള്ള അടയും എല്ലാം കൂടെ സ്ട്രോബെറിയും ഒക്കെ കൂടെ നൽകാം, ഐസ്ക്രീം ഒക്കെ കൂടെ. ഒരു വ്യത്യാസമായ ടേസ്റ്റ് കേട്ടോ, ഭയങ്കര ഡിഫറെന്റ് ടേസ്റ്റ്. കൊള്ളാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമുക്ക് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ലെങ്കിലും പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു പ്രത്യേക ടേസ്റ്റ്, അടിപൊളി. ടേസ്റ്റ് ഇപ്പൊ എങ്ങനെയാന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഇതിനകത്ത് സേമിയുണ്ട്, അടയുണ്ട്, പിന്നെ ഐസ്ക്രീം, ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു സൂപ്പർ ടേസ്റ്റ് ആണ്. അടിപൊളിയായിട്ടുണ്ട്, നല്ല ഫ്ലേവർ ആയിട്ടുണ്ട്, ഒരു പ്രത്യേക ടേസ്റ്റ്. ഇപ്പൊ നമ്മൾ പായസവും ഐസ്ക്രീമും കൂടെ കഴിക്കത്തില്ലേ, അതേ ഒരു ടേസ്റ്റ്, ഒരു പ്രത്യേക ഫ്ലേവർ, സൂപ്പർ ആയിരിക്കുന്നത്.
ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട്. ട്രൈ ചെയ്ത് നോക്കിയാൽ അതിന്റെ ആ കറക്റ്റ് ഫീൽ എന്താണെന്ന് മനസ്സിലാക്കുള്ളൂ. സൂപ്പർ ആയിരിക്കണം. ടേബിളിൽ ഷെഫ് പിള്ളയുടെ ലോഗോ ഉണ്ട്, അതുപോലെ തന്നെ അവരുടെ ടാഗ് സ്നേഹം വാരി വിതരട്ടെ. ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. അപ്പം എല്ലാരും പറ്റുന്നവര് ഇവിടെ വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് വരുന്നത്, ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ശോഭ സിറ്റി മോളില് 2nd ഫ്ലോറിലായിട്ടാണ് കേട്ടോ. അപ്പൊ ഫുഡെല്ലാം അടിപൊളിയായിരുന്നു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നല്ലോ. പ്രത്യേകിച്ച് ലാസ്റ്റ് കഴിച്ച ഡെസേർട്ട് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പൊ എല്ലാരും പറ്റുന്നവര് വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. യുണൈറ്റഡ് കോക്കനട്ട് ബൈ ഷെഫ് പിള്ളെ. ഇവിടെ ബില്ല് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്, കൊള്ളാല്ലേ? ഫുൾ നൊസ്റ്റാൾജിയ ടൈപ്പ് ആണ് കേട്ടോ ഇവിടെ എല്ലാം. ഇപ്പോഴത്തെ റെസ്റ്റോറൻറ്റ്സിൽ സാധാരണ ഇത് കാണാറില്ല, കുറവാണ് കാണുന്നത്. കൽക്കണ്ടവും പിന്നെ അതുപോലെ ജീരകവും ഒക്കെ ആയിട്ട് കാണുമ്പോ പിന്നെ എടുക്കാതിരിക്കുന്ന എങ്ങനെയല്ലേ. അപ്പൊ ഇത് കുറച്ചെടുത്ത് നമുക്ക് ഈ മോളൊക്കെ ഒന്ന് കണ്ടാലോ. വാ. ഇതാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട്. 2nd ഫ്ലോറിലാണ് കേട്ടോ ഫുഡ് കോർട്ട് ഇവിടെ വരുന്നത്. ഇവിടെ എന്തോ കോൺസേർട്ട് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, വാലന്റൈൻസ് ഡേ ഒക്കെ ആയതുകൊണ്ട്. പിന്നെ ഇവിടെ മെർസിഡീസിന്റെ ഒരു ഷോപ്പ് ഉണ്ട്, വാഫിൾ ഷെഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മക്ഡൊണാൾഡ്സ് ഉണ്ട്, ചിക്കീസ് ഉണ്ട്, ബിരിയാണി ഹട്ട്, ചാർമിനാർ, സബ്വേ, ഡൊമിനോസ്, പിന്നെ ശ്രീ വെജ് എന്ന് പറഞ്ഞിട്ട്, ഡേസി ബൈറ്റ്സ്, അങ്ങനെ പിന്നെ ഷാർക്ക് ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്. അതുപോലെ ലാർജ് ഐസ്ക്രീമിന്റെ ഒരു കൗണ്ടർ ഉണ്ട് കേട്ടോ, മർഹബ. പിന്നെ മുംബൈ ഹാജി അലി ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട് ഏരിയ എന്ന് പറയുന്നത്. അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ള ഒരു ഫുഡ് കോർട്ട് ഏരിയ ആണ് കേട്ടോ. അത്യാവശ്യം സീറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ റോൾ ഐസ്ക്രീം ഉണ്ട് കേട്ടോ, തൈവാൻ റോൾ ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട്. പിസ്സ ഹട്ട് ഉണ്ട് കേട്ടോ. റോൾ ഐസ്ക്രീം ഉണ്ടാക്കുന്നുണ്ടപ്പോൾ ഒരു കൗതുകം, അപ്പൊ അതിന്റെ ഒരു ഷോട്ട് എടുക്കാന്ന് വിചാരിച്ചു, കാണാത്തവർക്ക് വേണ്ടി. അപ്പോൾ ഇത് കഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒരുപാട് ടൈം എടുക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നീട് ഒരിക്കൽ കഴിക്കാം. റോൾ ഐസ്ക്രീം ഉണ്ടാക്കുന്ന കാണാൻ തന്നെ നല്ല രസമല്ലേ, ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. ആ ഐസ്ക്രീം ലിക്വിഡ് ഒക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു പ്രത്യേക ടെക്സ്ചറിലാവുമ്പോഴാണ് കേട്ടോ ഈ ഒരു റോൾ ഐസ്ക്രീമിന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇങ്ങനെ റോളൊക്കെ ആക്കുന്ന കാണാനും നല്ല രസമാണ്. ഒരു സെർവിങ്ങിൽ 4 റോൾ ഐസ്ക്രീം ആണ് കേട്ടോ. മേളിൽ കുറച്ച് ഡ്രിസ്ലിങ്ങും പിന്നെ ടോപ്പിംഗ് വേണമെങ്കിൽ ഇട്ട് തരും. ഇത് മെർസിലീസിന്റെ ഒരു കൗണ്ടറാണ്. ഇവിടെ മെർസിലീസിന്റെ ഐസ്ക്രീമും ഷേക്സും പിന്നെ അതുപോലെ തന്നെ കോഫിയും ഒക്കെ കിട്ടും. ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഫ്ലേവേഴ്സ് എന്ന് പറയുന്നത്: പിസ്ത, ബ്ലാക്ക് കറന്റ്, സ്ട്രോബെറി, ചോക്ലേറ്റ്, ബട്ടർ സ്കോച്ച്, വാനില, കേസർ ബദാം, പിസ്ത, ടെൻഡർ കോക്കനട്ട്, വാനില സ്ട്രോബെറി, ഫിഗ് ആൻഡ് ഹണി, കുൽഫി, കിവി, സ്ട്രോബെറി ചീസ് കേക്ക് ഐസ്ക്രീം, ബ്ലൂബെറി, പാഷൻ ഫ്രൂട്ട്. അപ്പൊ ഞാനിപ്പോ വാങ്ങിച്ചിരിക്കുന്നത് സ്ട്രോബെറി ചീസ് കേക്ക് ഐസ്ക്രീം ആണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇത് ട്രൈ ചെയ്യുന്നത്. കൊള്ളല്ല, കാണാൻ തന്നെ. ട്രൈ ചെയ്തിട്ട് പറയാം കേട്ടോ. മെർസിലീസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മെർസിലീസിന്റെ സ്ട്രോബെറി ചീസ് കേക്ക് ആദ്യമായിട്ടാട്ടോ. സ്ട്രോബെറിയും ഇതൊക്കെ ആയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും. അടിപൊളി. സ്ട്രോബെറിയുടെ നല്ല പൊളിയും ആ ചീസ് കേക്കിന്റെ ആ ചീസി ആ ഫ്ലേവർ ഉണ്ട്, അതൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കൊള്ളാം. ഇനിയിപ്പോ ഇത് വാങ്ങിച്ചു നോക്കാം. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്.
ഫസ്റ്റ് ഫ്ലോർ ആണ്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ട്രെൻഡ്സ് ഫുട്വെയർ, റിലയൻസ് ഡിജിറ്റൽ ഇതൊക്കെ കാണാം. ഇവിടെ ഇതുപോലെ കുറേ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോറൂംസ് ഉണ്ട് കേട്ടോ. കുറെ ഉണ്ട് കേട്ടോ. അലൻസോലി ഉണ്ട്, ലീ കൂപ്പർ ഉണ്ട്, ബിബ ഉണ്ട്, മോക്കി ഉണ്ട്, എലഗൻ സ്റ്റൈൽ അതെനിക്കറിയത്തില്ല ഞാൻ. അങ്ങനെ കുറേ ട്വിൻ ബേർഡ്സ് ഉണ്ട്, വേ സ്റ്റാർ ഉണ്ട്, ഡബ്ല്യു ഉണ്ട്, അങ്ങനെ കുറേ ബ്രാൻഡഡ് ആയിട്ടുള്ള ഉണ്ട് കേട്ടോ. ഇതൊരു 3 നിലയിൽ വരുന്ന ഒരു ഇതാട്ടോ, മോളാണ്. നമ്മുടെ ലുലുവിലൊക്കെ ഉള്ള പോലെ ഒരു ട്രെയിൻ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഷോബ സിറ്റി നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ. ഇത് ജോയ് ആലുക്കാസിന്റെ സ്കൈ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ് കേട്ടോ. ജോയ് ആലുക്കാസിന്റെ മാൻഷൻ ഇവിടെ ഉണ്ട്. നല്ല അടിപൊളി വാക്ക് വേ ഒക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ. ഇതാണ് ശോഭ സിറ്റി മോൾ. ഇവിടെയാണ് കേട്ടോ നമ്മൾ കയറിയത്. ഇപ്പം ആ കാണുന്നതാണ് കല്യാൺ സിൽസിന്റെ കല്യാണിന്റെ വീട് കേട്ടോ. കല്യാൺ സിൽസ്, കല്യാൺ ജ്വല്ലേഴ്സ്, ഇതോ ആ കാണുന്ന ഇതാണ് അവരുടെ മാൻഷൻ. ശോഭ സിറ്റിയിലുള്ള മാൻഷൻ ആണ് കേട്ടോ. ഇത് ജോയ് ആലുക്കാസിന്റെ മാൻഷൻ ആണ് കേട്ടോ. കേട്ടോ. അപ്പൊ ഈ വീഡിയോക്ക് അത്യാവശ്യം ലെങ്ത് ആയി കാണും അല്ലേ? നമ്മൾ ഇതുവരെ നിർത്തുന്നില്ല. നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ കാണാം കേട്ടോ. അപ്പൊ ഈ വീഡിയോ ഇവിടെ നമ്മൾ നിർത്താണ്. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അത് ഞങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ.